പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും അനുഗ്രഹവും. യേശു ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 64-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് വെളിപ്പെടുത്തുകയാണ്. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. ബൈബിളിൽ പരിശുദ്ധാത്മാവ് നമുക്കായി ഒരു വെളിപാട് തരുന്നു, അധ്വാനിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട്. എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമാണ്. ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്. എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്. പിതാവിനെ അറിഞ്ഞ പുത്രൻ, പിതാവിൻ്റെ ഉള്ളമറിഞ്ഞ പുത്രൻ പിതാവിനെ നമുക്കായി പരിചയപ്പെടുത്തി തരികയാണ്. പ്രവർത്തന നിരതനായിരിക്കുന്ന പിതാവ്, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പിതാവ്. ഞാൻ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു, പിതാവായ ദൈവം എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? പിതാവായ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കടന്നു ചെന്നപ്പോൾ ദൈവം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ ഒരു വെളിപാട് തന്നു. എസെക്കിയേൽ 36-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ തിരുവാക്യം, ശൂന്യമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏദൻ തോട്ടം പോലെ ആയിരിക്കുന്നു. ശൂന്യവും വിജനവും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു, അവിടെ ആളുകൾ വസിക്കുന്നു. വിശുദ്ധ ലിഖിതം തകർന്ന് തരിപ്പണമായി കടന്നിരുന്ന ചില സ്ഥലങ്ങളെ ചൂണ്ടിക്കാണിച്ച്, ശൂന്യമായി കടന്നിരുന്ന വിജനത ഓരിയിടുന്ന മണലാരണ്യം പോലെ കടന്നിരുന്ന ചില സ്ഥലങ്ങളെ നമുക്കായി പരിചയപ്പെടുത്തി തന്നിട്ട് പറയുകയാണ്, വിജനമായി ശൂന്യത ഓരിയിട്ട മണലാരണ്യം പോലെ കടന്നിരുന്ന ഈ സ്ഥലമെല്ലാം ഇപ്പോൾ ഏദൻ തോട്ടം പോലെയായി മാറിയിരിക്കുന്നു. വിജനമാക്കപ്പെട്ട ദേശമെല്ലാം സുശക്തമായിരിക്കുന്നു, ഇവിടെ ആളുകൾ വസിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരം ദൈവത്തിൻ്റെ കരമാണെന്ന് തുടർന്നുള്ള വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. 36-ാമത്തെ വാക്യം, നശിപ്പിക്കപ്പെട്ട ഈ സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും
ശൂന്യമായി കിടന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങൾ അറിയും. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു, ഞാനിത് നടപ്പാക്കും. വചനം പഠിപ്പിക്കുകയാണ്. ശൂന്യമായ ഈ സ്ഥലത്തെല്ലാം കൃഷി ഇറക്കിയത് കർത്താവായ ഞാനാണെന്ന് നിങ്ങൾ അറിയണം. ഞാനിത് പറഞ്ഞിരിക്കുന്നു, ഞാനിത് നടപ്പാക്കും. ദൈവത്തിൻ്റെ ആത്മാവിലൂടെ നൽകപ്പെട്ട വചനങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി തരികയാണ്. എസെക്കിയേൽ 36 അധ്യായം 36 വാക്യം. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം, തകർക്കപ്പെട്ട കുടുംബങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം, തകർന്ന വ്യക്തികളെ പുനരുദ്ധരിക്കുന്ന ദൈവം, തകർന്ന ജീവിതങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം, വിജനവും ശൂന്യവുമായി കിടന്ന സ്ഥലങ്ങൾ ഏദൻ തോട്ടം പോലെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുന്ന ജീവിതങ്ങളായി മാറുന്നതിൻ്റെ പിന്നിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അധ്വാനിക്കുന്ന പിതാവിൻ്റെ കരമുണ്ട് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും വിലയും നിലയും അഡ്രസ്സും ഏദൻ തോട്ടം പോലെ എല്ലാവർക്കും സ്വീകാര്യവുമായി മാറുന്നതിൻ്റെ പിന്നിൽ പിതാവിൻ്റെ കരമുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടി അധ്വാനിക്കുന്നൊരു പിതാവ്, എനിക്കും നിങ്ങൾക്കും വിലയും നിലയും അഡ്രസ്സ് ഉണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുന്നൊരു പിതാവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിൽ അങ്ങ് ദൂരെ ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളാലും സ്പർശിക്കപ്പെടാതെ അൺമൂവ്ഡ് മൂവറായിരിക്കുന്ന ഒരു ദൈവമല്ല ബൈബിളിലെ ദൈവം. ബൈബിളിലെ ദൈവം ഒരു വ്യക്തിയാണ്. എൻ്റെ ദുഃഖങ്ങളെ തൊട്ടറിയുന്ന എൻ്റെ ദൈവം, എൻ്റെ വേദനകൾ അറിയുന്ന എൻ്റെ ദൈവം, എൻ്റെ തകർച്ചകളിൽ വേദനിക്കുന്ന ദൈവം, എൻ്റെ പരാജയങ്ങളിൽ എന്നോടൊത്ത് വേദനിക്കുന്ന ദൈവം, ആ ദൈവമാണ് ബൈബിളിലെ ദൈവം. വേദനിക്കുന്ന ദൈവം മാത്രമല്ല, ഞാൻ പരാജയപ്പെടുമ്പോൾ എൻ്റെ പരാജയത്തെ വിജയമാക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന പിതാവ്, ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് നല്ലതുണ്ടാകാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പിതാവ്. അതാണ് 127 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടത് കൊടുക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് കൊടുക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. നിയമാവർത്തന പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം. എന്താണ് കർത്താവ് അവർക്ക് വേണ്ടത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ 31-ാം വാക്യം. നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു പിതാവ് പുത്രൻ എന്നതുപോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ വിശ്വസിച്ചില്ല. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഓരോ ദിവസത്തെ ജീവിതത്തിനും ആവശ്യമായ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിൻ്റെ പിന്നിൽ പിതാവിൻ്റെ കരങ്ങളുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. പുറപ്പാട് കാലഘട്ടത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ ജനം, ആ ജനം മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ജനത്തിന് മുമ്പേ ദൈവം പോയി എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ആ ജനത്തിന് മുമ്പേ എന്തിനു വേണ്ടിയാണ് ദൈവം പോയത്? ആ ജനത്തിനു വേണ്ടി കൂടാരമടിക്കാൻ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവർക്ക് മുമ്പേ അവിടെ നിന്ന് പോയി. ആ ജനത്തിന് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ആ ജനത്തിന് സംരക്ഷണം നൽകാൻ ദൈവം ഒരു അപ്പനെ പോലെ, ഒരു അപ്പനായി ദൈവം ആ ജനത്തെ മാറോട് ചേർത്ത് വഹിച്ചിരുന്നുവെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചില്ല. അന്ന് അവർ വിശ്വസിച്ചില്ല, ഇത് നമ്മളും വിശ്വസിക്കുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കുന്ന ഓരോ കാര്യങ്ങളുടെയും പിന്നിൽ പിതാവിൻ്റെ കൈകളുണ്ട്. ഞാനിന്ന് സുരക്ഷിതനായിരിക്കുന്നതിന് പിന്നിൽ, ഞാനിന്ന് അനുഗ്രഹീതനായിരിക്കുന്നതിന് പിന്നിൽ, ഞാനിന്ന് നല്ല സ്ഥിതിയിലായിരിക്കുന്നതിന് പിന്നിൽ പിതാവിൻ്റെ കൈകളുണ്ട്. എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കൈകളുണ്ട് എന്ന് ഞാനും നിങ്ങൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നില്ല. അതാണ് നമ്മുടെ തകർച്ചയുടെ ഒരു കാരണം. ഞാൻ ഓർക്കുകയാണ്, തോട്ടുമുക്കം ഫൊറോന പള്ളിയിൽ നടത്തിയൊരു ധ്യാനം. അവിടെ ഒരു ദിവസം ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ആ ദേശത്തുള്ള ശുശ്രൂഷകർ ഒരു ഭക്ഷണം തരാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും സജ്ജമാക്കി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. രാത്രിക്കാണ്, 9 മണി 9:30 ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ്, പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ അവർ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വികാരിച്ചന് അന്ന് അപ്രതീക്ഷിതമായി ഛർദിയും മറ്റ് അസ്വസ്ഥതകളും പിടിപെട്ടു. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ഇങ്ങനെ ഛർദി എനിക്ക് ഇടയ്ക്ക് വരാറുള്ളതാണ്, ഇങ്ങനെ ഛർദി വന്നാൽ
അപ്പോൾ അതിന് മരുന്നുണ്ട്. ആ മരുന്ന് കഴിച്ച് ലൈറ്റ് ഓഫാക്കി വെള്ളം കുടിച്ച് കിടന്നാൽ മതി, നേരം വെളുക്കുമ്പോഴത്തേനും സൗഖ്യമാകും. അങ്ങനെ അച്ഛൻ മരുന്ന് കഴിച്ച് ഗുളിക കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അച്ഛൻ കിടന്നു. അതിനുശേഷം അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് അച്ഛനെ വേണ്ട പോലെ പരിചരിച്ചതിന് ശേഷം അവിടെയുള്ള ശുശ്രൂഷകരെല്ലാം ഞങ്ങളെ ഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഭക്ഷണശാലയിൽ ചെന്നു. അച്ഛൻ ഇരിക്കുന്നൊരു കസേരയുണ്ട്. ആ കസേരയിൽ അന്ന് ആരും ഇരുന്നില്ല. കസേര വികാരിച്ചിൻ്റെ കസേരയാണ്. ഇരുവശങ്ങളിലുമായി, മേശയുടെ ഇരുവശങ്ങളിലുമായി ഞങ്ങളിരുന്നു. അപ്പോൾ സെർവ് ചെയ്യുന്നവർ, ഭക്ഷണം വിളമ്പിത്തരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഭക്ഷണം കുറച്ച് നേരം വിളമ്പിയിട്ട് പറഞ്ഞു, ഈ കസേര ഇവിടെ കിടക്കുന്നത് ഒരു തടസ്സമാണ്, അതുകൊണ്ട് ഈ കസേര ഒന്ന് മാറ്റിയിട്ടിട്ട് വിളമ്പാം. അങ്ങനെ ആ കസേര അവർ എടുത്തു മാറ്റി. ആ കസേര എടുത്തു മാറ്റിയപ്പോൾ ആ കസേരയുടെ അടിയിൽ, കസേരയുടെ ഇരുട്ടിനോട് ചേർന്ന് ഒരു മൂത്ത് മുരടിച്ചൊരു പാമ്പ്, മലമ്പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന മൂത്ത് മുരടിച്ചൊരു പാമ്പ് ആ കസേരയുടെ അടിയിൽ കിടക്കുകയാണ്. ഉടനെ അവർ പറഞ്ഞു, ഇത് വളരെ വിഷമുള്ളതാണ്, ഇത് കടിച്ചാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും. അവർ വലിയ വടിയെടുത്തുകൊണ്ട് വന്ന് അതിനെ തല്ലിക്കൊന്നു. ദൈവമക്കളെ, ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. അന്ന് രാത്രി വികാരിച്ചൻ ഭക്ഷണത്തിന് വരികയായിരുന്നെങ്കിൽ സാധാരണ വരുന്നത് പോലെ കസേര വലിച്ചിടും, ആ കസേരയുടെ മുകളിൽ കയറിയിരിക്കും, കാല് നിലത്ത് ഇരുട്ടത്താണ് കാല് വെക്കുന്നത്, മേശയുടെ അടിയിൽ. അവിടെ വികാരിച്ചൻ കാല് വെക്കുന്ന സ്ഥലത്താണ് ഈ പാമ്പ് വന്ന് കിടക്കുന്നത്. പാമ്പിനെ ചവിട്ടുമ്പോൾ അതിന് വേദന ഉണ്ടാവും. വികാരിച്ചനാണോ കൈക്കാരൻ ചേട്ടനാണോ ആരാണ് ചവിട്ടിയെന്ന് നോക്കാതെ പാമ്പ് കടിക്കും. അപ്പോൾ അതിൻ്റേതായ വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളുണ്ടാവും. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കി എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞു. എന്നാൽ അന്ന് അപ്രതീക്ഷിതമായ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഒരുപക്ഷെ ആ ഭക്ഷണ ശുശ്രൂഷ അവിടെ നടക്കില്ല. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് രാത്രിക്കത്തേന് ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം ആര് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. ഇന്ന് അരിയിൽ കിടക്കുന്ന, പെട്ടിയിൽ കിടക്കുന്ന അരി കൊണ്ട് കഞ്ഞി വെച്ച് ആര് കുടിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ദിവസം, എൻ്റെ മൈനർ സെമിനാരി ജീവിതകാലത്ത് ഒരു ദിവസം എന്നെ ഒരു ഒത്തുകല്യാണത്തിന് ക്ഷണിച്ചു. എൻ്റെ ബന്ധുവീട്ടിലാണ്. അങ്ങനെ സന്തോഷത്തോടെ ഒത്തുകല്യാണത്തിന് പുറപ്പെടാൻ ഞാൻ റെക്ടറച്ചോട് പെർമിഷൻ ചോദിച്ച് തയ്യാറായിരുന്നു. ഒത്തുകല്യാണ ദിവസം വന്നു. എൻ്റെ ബന്ധുവാണ്, ഞാൻ പോകണം, റെക്ടറച്ചൻ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ പുറപ്പെടാൻ നേരത്ത് ഒരു ഫോൺ വന്നു, പോരുക, ഒത്തുകല്യാണം ഇല്ല, എന്നാലും വരണം. അങ്ങനെ ഞാൻ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ആ കുടുംബനാഥൻ മരിച്ചു കിടക്കുകയാണ്. സംഭവം ഇങ്ങനെ ഉണ്ടായത്, ഒത്തുകല്യാണത്തിൻ്റെ തലേദിവസം ഒരുപാട് ആളുകളെ, ഒരു ബന്ധുക്കളും മിത്രങ്ങളൊക്കെ വന്ന് ഒത്തുകല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ, അപ്പം ചൂടാനുള്ള കാര്യങ്ങൾ, കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം ഒത്തുകല്യാണത്തിൻ്റെ തലേദിവസം ഒരുപാട് പന്തലിടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്, അങ്ങനെ അവർ വളരെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അന്ന് രാത്രി 10-11 മണി 12 മണി വരെ ജോലി ചെയ്ത് എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി പോയി. അപ്പോൾ രാത്രിക്ക് 10-12 മണിക്ക് കിടക്കുന്ന സമയത്ത് അവർ തമ്മിൽ പറഞ്ഞു വെച്ചു. അപ്പം ചൂടുന്നവർ പറഞ്ഞു, നമുക്ക് 3 മണിക്ക് എഴുന്നേറ്റ് അപ്പം ചൂടാൻ തുടങ്ങണം, 10,000 പേര് വരുന്നതാണ്, 3 മണിക്ക് എഴുന്നേറ്റ് അപ്പം ചൂടണം. കറി ഉണ്ടാക്കുന്നവർ പറഞ്ഞു, നമുക്ക് 4 മണിക്ക് എഴുന്നേറ്റ് കറി ഉണ്ടാക്കാൻ തുടങ്ങണം. അങ്ങനെ ഓരോ ജോലിക്കാരും ഓരോ ഉത്തരവാദിത്തമുള്ളവരും തമ്മിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ രാത്രിക്ക് ഉറങ്ങാൻ കിടന്നു. അങ്ങനെ 3 മണിയായപ്പോൾ അപ്പം ചൂടുന്ന ആളുകൾ എഴുന്നേറ്റു, കൂടുതൽ കുടുംബനാഥനും എഴുന്നേറ്റു. അപ്പോൾ ഒരു ചെറിയ നെഞ്ചുവേദന പോലെ കുടുംബനാഥൻ അനുഭവപ്പെട്ടു. കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി അവർ കൊടുത്തു. ഒരു 10 മിനിറ്റിനുള്ളിൽ ആ കുടുംബനാഥൻ മരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി അപ്പം ചുട്ടാൽ ശരിയാവില്ല, ഇനി അപ്പം ചൂടാൻ പാടില്ല. അങ്ങനെ നേരം വെളുത്തപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് എന്ത് ചെയ്യും? കുട്ടുകങ്ങൾ നിറയെ മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ്. കറി ഉണ്ടാക്കാനുള്ള വസ്തുവകളെല്ലാം പാത്രങ്ങളിൽ അങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി പാചകം ചെയ്താൽ മാത്രം മതി. അവർ പറഞ്ഞു, ഇത് മറിച്ച് കളയാം. അപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു, വേണ്ട, ഇത് നമുക്ക് പശുവിന് കൊടുക്കാം. അപ്പോൾ ചിലർ പറഞ്ഞു, വേണ്ട, ഇത് നമുക്ക് അടുത്ത വീടുകളിൽ കൊടുത്തയക്കാം. അങ്ങനെ ആ പ്രഭാതത്തിൽ ആ പ്രദേശത്തുള്ള ചേരികളിലും ആ പ്രദേശത്തുള്ള കോളനികളിലുള്ള ആളുകളൊക്കെ വിളിച്ച്, ആ ദേശത്തുള്ള അനേകരെ വിളിച്ച് ഈ മാവ് അവരവരുടെ വീടുകളിലേക്ക് കൊടുത്തയച്ചു. ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം, അല്ലെങ്കിൽ സജ്ജീകരിച്ച് വെച്ചിരുന്ന എല്ലാ വസ്തുക്കളും ഓരോ വീടുകളിലേക്ക് കൊടുത്തയച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം കണ്ടു. രാത്രിയിൽ ഒരു വീട്ടിൽ മാവ് കുഴച്ച് വെച്ചു, നേരം വെളുത്തപ്പോൾ നാട്ടിലുള്ള എല്ലാ വീട്ടിലും അപ്പം ചുട്ടു. ഇന്ന് രാത്രി ഞാൻ കുഴച്ച് വെക്കുന്ന മാവ് കൊണ്ട് നാളെ രാവിലെ അപ്പം ചുട്ട് ആര് തിന്നണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. മക്കളെ, ഇന്ന് നമ്മൾ സുരക്ഷിതമായി ഇങ്ങനെ നടക്കുന്നതിന് പിന്നിൽ നമ്മുടെ നോട്ടവാശിയാണെന്ന് വിചാരിക്കരുത്.
ഞാനിങ്ങനെ റോഡിൻ്റെ വലതുവശം മാത്രം ചേർന്ന് നടന്നതുകൊണ്ടാണ് ഒരപകടവും ഇന്ന് വരെ എനിക്ക് വരാതിരുന്നെന്ന് ചിന്തിക്കരുത്. എൻ്റെയും നിങ്ങളുടെയും പിതാവ് ഇന്ന് വരെ എന്നെയും നിങ്ങളെയും അവിടുത്തെ കൈകളിൽ വഹിച്ചുകൊണ്ട് നടന്നു. ഇന്ന് വരെ ഒരു പോറലേൽക്കാതെ, ഇന്ന് വരെ ഒരു തകർച്ച വരാതെ, ഇന്ന് വരെ ഒരു നാശം ഉണ്ടാകാതെ, ഇന്ന് വരെ കാര്യമായി ക്ഷത ഏൽക്കാതെ അവിടുത്തെ കരങ്ങളിൽ എന്നെയും നിങ്ങളെയും വഹിച്ചുകൊണ്ട് നടന്നു. എനിക്ക് നിങ്ങൾക്കും തകർച്ച ഉണ്ടാകാതെ അവിടുന്ന് കാത്തു. അതാണ് വിശുദ്ധ ലിഖിതത്തിൽ കാണുന്നത്. ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് പിതാവ് പുത്രൻ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഈ കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ കാര്യത്തിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഹൃദയം കൊണ്ട് ചിന്തിക്കുക. എത്രമാത്രം മഹത്വം, എത്രമാത്രം പ്രതിസ്നേഹം കർത്താവിന് കൊടുത്തിട്ടുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് ആലോചിക്കാം. ഞാനിന്നിങ്ങനെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പരിപാലനയുണ്ട്. എൻ്റെ എല്ലാ വസ്തുക്കളും ഇന്ന് എനിക്കുള്ളതുപോലെ എൻ്റെ കൂടെ ആയിരിക്കുന്നതിന് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമുണ്ട്, ദൈവത്തിൻ്റെ ഒരു പരിപാലനയുണ്ട്. ജീവിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നു. ജീവിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 64-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ചു കേട്ടു, തനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. ഈ ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്നത് പാപമാണ്. ദൈവമാണ് എൻ്റെ സകലത്തിൻ്റെയും പരിപാലന ദൈവമാണെന്ന് വിശ്വസിക്കാതിരിക്കുന്നത് പാപമാണ്. എനിക്ക് തകർച്ചയുണ്ടാകുമ്പോൾ, എൻ്റെ കൃഷിയിടങ്ങളെല്ലാം വിജനമാകുമ്പോൾ, എൻ്റെ കൃഷിയിടങ്ങൾ ഏദൻ തോട്ടം പോലെയാകാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നു. എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും ജനതകളുടെ ഇടയിൽ നിങ്ങൾ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. ഞാൻ അവയോട് കൽപ്പിക്കും, അവ നിങ്ങൾക്ക് വിളവ് തരും. എസെക്കിയേൽ 36-ാം അധ്യായത്തിൽ 29-ാം വാക്യം, ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും, അവ നിങ്ങൾക്ക് സമൃദ്ധമായി തരും. എനിക്ക് വേണ്ടി കൃഷിയിടങ്ങളിൽ ഇടപെടുന്നൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി തരിശുഭൂമിയിൽ അധ്വാനിക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ നടക്കുമ്പോൾ എൻ്റെ പാദങ്ങൾ കല്ലുമേ തട്ടാതെ കാക്കുന്നൊരു ദൈവമുണ്ട്. എന്നെ മാറോട് ചേർത്ത് വഹിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് ബൈബിളിലെ ദൈവം. എൻ്റെ പിതാവ് ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 9-ാം വാക്യം, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. എൻ്റെ ദൈവം എൻ്റെ പിതാവാണ്. എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പൻ എൻ്റെ സുഖദുഃഖങ്ങളിൽ തൽപരനാണ്. എൻ്റെ ദുഃഖങ്ങളിലും എൻ്റെ പരാജയങ്ങളിലും എൻ്റെ സുഖത്തിലും എൻ്റെ വിജയത്തിലും എൻ്റെ പരാജയത്തിലും എൻ്റെ അപ്പൻ ശ്രദ്ധാലുവാണ്. എൻ്റെ അപ്പൻ എപ്പോഴും എന്നോട് കൂടെയുണ്ട്. ഈ ഒരു ബോധ്യം ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിയട്ടെ. ഈ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും ഈ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പിതാവിൻ്റെ അതിരറ്റ കരുണ, പിതാവിൻ്റെ സമൃദ്ധമായ പരിപാലന, പിതാവിൻ്റെ നിരന്തരമായ സാന്നിധ്യം ഭവനങ്ങളിലേക്ക് നിറയട്ടെ, ജീവിതങ്ങളിലേക്ക് നിറയട്ടെ. എല്ലാ മണ്ഡലങ്ങളിലും പിതാവിൻ്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. മനസ്സിൻ്റെ നിരാശകൾ, മനസ്സിൻ്റെ സങ്കടങ്ങൾ, ഏകാന്തത നിറഞ്ഞ അനുഭവങ്ങൾ, എനിക്ക് ഭൂമിയിൽ ആരുമില്ലെന്നുള്ള ചിന്തയിലേക്ക് പിതാവിൻ്റെ സ്നേഹം കരകവിഞ്ഞൊഴുകട്ടെ. ഈ നിമിഷങ്ങളിൽ അനേകരെ പിതാവിൻ്റെ സ്നേഹം കൊണ്ട് അവിടുന്ന് നിറയ്ക്കുന്നു. പിതാവിൻ്റെ ചൈതന്യം, നിരന്തരം സഹവസിക്കുന്ന ചൈതന്യം, മാറോട് ചേർത്ത് വഹിക്കുന്ന ചൈതന്യം ഇതാ ഇപ്പോൾ അനേകരെ വിടുവിക്കുന്നു. തകർച്ചകളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് പിതാവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനെ സ്നേഹിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ പിതാവിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ. സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ ലോകൈക രാജാവായ ഈശോ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിൽ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം.
എന്നെ കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല എന്ന തിരുവചന പ്രകാരം ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകളും അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം ഉയരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചിന്തകൾ ഉയരട്ടെ. മറ്റെല്ലാ ചിന്തകളും വിട്ടുപോകട്ടെ. പൂർണ്ണമായ ഏകാഗ്രതയോടെ ഓരോ മകനും മകളും ദൈവമായ കർത്താവിൻ്റെ ആത്മാവിനോട് ചേർന്ന് ദൈവസന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഓ പിതാവേ, ജീവിക്കുന്ന ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്നും ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവാണെന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളെ ഏദൻ തോട്ടം പോലെയാക്കി മാറ്റുന്ന ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമുണ്ട് എന്ന് തിരുവചന പ്രകാരം ഞങ്ങൾ അറിയുന്നു. ഓ പിതാവേ, ഈ നിമിഷങ്ങളിൽ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തകർന്ന ജീവിതങ്ങളിലേക്ക് അവിടുന്ന് വരണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവമാണെന്ന് സകല ജനങ്ങളും അറിയേണ്ടതിന് ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുത്തെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ അവിടുത്തെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ തകർച്ചകളിലും വേദനകളിലും നൊമ്പരങ്ങളിലും പ്രയാസങ്ങളിലും അവിടുത്തെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള സംരംഭങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ബിസിനസ്സുകൾ, ജോലിസ്ഥലങ്ങൾ, പ്രവർത്തനങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്താൽ, അങ്ങയുടെ ശക്തിയുടെ വ്യാപരണത്താൽ ഇപ്പോൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം ഈ ലോകത്തിൽ മഹത്വപൂർണ്ണമാകട്ടെ. ജീർണതകൾ, തകർച്ചകൾ, പരാജയങ്ങൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമുണ്ടെന്നും ആ ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ, ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും സകല ജനങ്ങൾ അറിയാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ, കൃഷിയിടങ്ങളെ, ഭവനങ്ങളെ, മക്കളെ, ജോലിസ്ഥലങ്ങളെ അനുഗ്രഹിക്കണമേ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലലുയ്യ. എൻ്റെ പേര് ബീന ഷാജി, പൊൻകണ്ട ഇടവയിൽ നിന്ന് വരുന്നു. 2.5 വർഷമായി എൻ്റെ 2 കാലിലും ലെതർ ചെരുപ്പിടുമ്പോൾ അലർജി ആയിരുന്നു. ഈശോ ആരാധനയുടെ സമയത്ത് സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 2.5 വർഷമായിട്ട് ചെരുപ്പിടുമ്പോഴുണ്ടായിരുന്ന അലർജി, കാല് പൊട്ടി വീഴുന്ന അനുഭവമായിരുന്നു. എന്നാൽ സെല്ലുവിന്റെ ജ്ഞാനത്തെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പൂർണ്ണമായും മരണങ്ങൾ സുഖപ്പെടുത്തി. എൻ്റെ പേര് നിതിൻ മാത്യു, കാസർഗോഡ് ജില്ലയിലെ ബളാൽ ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ കണ്ണിൽ 6 മാസം മുമ്പ് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. കണ്ണിന് പുറത്തേക്ക് എഴുതുകയല്ല, കണ്ണിനുള്ളിൽ തന്നെയായിരുന്നു. വീണ്ടും ഡോക്ടർ പറഞ്ഞു, 2 തവണ ഇഞ്ചക്ഷൻ എടുത്തപ്പോഴാണ് ഇത് പോയത്. വീണ്ടും ഡോക്ടർ പറഞ്ഞിരുന്നു, എന്തെങ്കിലും കുനിഞ്ഞെന്ന് എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാകാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുത്തു. ആരാധനയിൽ കുമ്പിട്ട നേരത്തോ എന്തൊക്കെ സ്ട്രെയിൻ ചെയ്തെങ്കിലും വീണ്ടും എൻ്റെ കണ്ണിൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ഏലിക്കുട്ടി, കള്ളമരിയാണ് എൻ്റെ വീട്. ഞാനൊരു പ്രമേഹ രോഗിയാണ്. പ്രമേഹം കൂടുതലായി എൻ്റെ കാലിൻ്റെ കണ്ണങ്കാല് രണ്ടും പഴുക്കാൻ തുടങ്ങി. ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചു. മരുന്നുകൾ കുടിക്കുകയും ഇഞ്ചക്ഷൻ വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് യാതൊരു കുറവുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു, കാല് കണ്ടിച്ച് കളയേണ്ടി വരുമെന്ന്. അപ്പോൾ ഞാൻ സിയോനിൽ വന്ന് 3 ദിവസം ധ്യാനം കൂടി പ്രാർത്ഥിച്ചുകൊള്ളാമെന്ന് നിശ്ചയത്തിൻ്റെ ഫലമായി എൻ്റെ കാലുകൾ ഉണങ്ങുകയും ഇപ്പോൾ വേദന കുറഞ്ഞ് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ആശ്വാസം കിട്ടി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കാലിൻ്റെ ഈ ഭാഗത്തായിരുന്നു.